നമസ്കാരം. 100 ന്യൂസിൽ ഞാൻ വിനേഷ് കുഞ്ഞിരാമൻ. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് എഫ്ഐആർ. പ്രതികൾ CPIM പ്രവർത്തകരാണെന്നും എഫ്ഐആറിൽ പറയുന്നു. കണ്ണൂർ റേഞ്ച് IG-യുടെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്ത്. കൃപേഷിന്റെ മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവ്. വെട്ടേറ്റ് തലച്ചോറ് പിളർന്നതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ശരത്തിന്റെ ശരീരത്തിൽ 15 വെട്ട. ഇതിൽ 2 വെട്ടുകൾ മരണകാരണമായതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായി കാസർകോട്ടെ വീടുകളിൽ എത്തിച്ചു. നേതാക്കളടക്കം മൃതദേഹത്തെ അനുഗമിച്ചു. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് CPIM പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നടപടിയെടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഹർത്താലിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു. മലപ്പുറം കൊണ്ടോട്ടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ CPIM ആക്രമണം. കാസർഗോഡ് നടന്ന കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിലേക്ക് ആയുധവുമായി എത്തിയ CPIM പ്രവർത്തകർ ആക്രമണം നടത്തുകയായിരുന്നു. മിന്നൽ ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് ഹർത്താലിനെതിരെയാണ് കോടതി അലക്ഷ്യ നടപടിക്ക് കേസെടുത്തത്. മുൻകൂർ നോട്ടീസ് നൽകാത്തതിനാലാണ് കോടതിയുടെ നടപടി. ഹർത്താലിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ പരീക്ഷകൾ മാറ്റിവെച്ചു. കാലിക്കറ്റ് MG കേരള സർവകലാശാലകൾക്ക് കീഴിലുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്ന് തുടങ്ങാനിരുന്ന SSLC മോഡൽ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന 1ാം വർഷ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷയും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തീവ്രവാദികളുമായി ഇനി ചർച്ചയില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിനെതിരെ ശക്തമായി പോരാടാൻ സമയമായെന്നാണ് പുൽവാമ ഭീകരവാദം തെളിയിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പുൽവാമയിലെ ഏറ്റുമുട്ടലിൽ ചാവേർ ആക്രമണത്തിന്റെ സൂത്രധാരനെ സൈന്യം വധിച്ചു. കമാൻഡർ കമ്രാൻ ഉൾപ്പെടെ 2 ഭീകരർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പാകിസ്ഥാൻ പൗരനെന്ന് സംശയിക്കുന്നു. സൈനിക നടപടി ഇപ്പോഴും തുടരുകയാണ്. ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. എയർസെൽ മാക്സിസ് അഴിമതി കേസിൽ മുൻ ധനമന്ത്രി P. ചിദംബരത്തിന്റെയും മകൻ കാർത്തി ചിദംബരത്തിന്റെയും മുൻകൂർ ജാമ്യം പാട്യാല ഹൌസ് കോടതി മാർച്ച് 8 വരെ നീട്ടി. എന്നാൽ മാർച്ച് 5, 6, 7, 12 തീയതികളിൽ കാർത്തി ചിദംബരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകണം. സിമന്റ് വില നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ സിമന്റ് ഡീലർമാരുടെ യോഗം നാളെ വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. മലബാർ സിമന്റ് വിലയിൽ മറ്റു സിമന്റുകളും ആവശ്യക്കാർക്ക് ലഭിക്കാനാകുന്ന രീതിയിൽ വില നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് യോഗത്തിൽ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി വേദാന്ത സ്റ്റെർലൈറ്റ് കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. കമ്പനി അടച്ചുപൂട്ടണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവിനെതിരെ വേദാന്തയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. കഴിഞ്ഞ ഡിസംബർ 15-നാണ് വേദാന്തയ്ക്ക് തുറന്നു പ്രവർത്തിക്കാൻ ഹരിത ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിൽ പോലീസിൽ കൂട്ട സ്ഥലമാറ്റം. 167 സർക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റിയതിൽ 18 പേർ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെട്ടവർ. കോഴിക്കോട് സിറ്റി DCPയെയും റൂറൽ ACPയെയും റൂറൽ SP-യെയും സ്ഥലം മാറ്റിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കൂട്ട സ്ഥലം മാറ്റം. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ. വിദേശത്ത് സംരംഭങ്ങൾ നടത്തുന്ന മലയാളികളുടെ സഹായത്തോടെ സംസ്ഥാനത്തെ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. മറ്റന്നാൾ നടക്കുന്ന പൊങ്കാലയ്ക്ക് നിരത്തുകളിൽ മൺകലങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഉത്സവത്തിന് മുൻപേ വിൽപ്പന തുടങ്ങിയെങ്കിലും പൊങ്കാല ദിവസം അടുക്കുന്തോറും കച്ചവടം സജീവമാകുകയാണ്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സർവീസ് കാലാവധി 15 വർഷത്തിൽ നിന്ന് 20 വർഷമാക്കി ഉയർത്തിയ LDF സർക്കാരിന് ഐക്യദാർഢ്യവുമായി ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ. കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ സംസ്ഥാനത്താകെ 1200-ലധികം ബസ്സാണ് പ്രതിസന്ധി നേരിട്ടിരുന്നത്. പുൽവാമ ആക്രമണത്തിൽ കേന്ദ്രത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നടന്ന ആക്രമണം സംശയാസ്പദമെന്ന് മമത.
പ്രളയാനന്തരമുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വേനൽ കടുക്കുന്നതിന് മുൻപേ പലയിടങ്ങളിലും അന്തരീക്ഷ താപം ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്ന ആലപ്പുഴ ജില്ലയിൽ സൂര്യാതപത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ടൂറിസം രംഗത്ത് ചരിത്രം കുറിച്ച് കേരളം. ഒരു വർഷത്തിൽ 2 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ കേരളത്തിലെത്തിയെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പുൽവാമ ഭീകരാക്രമണത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ. സുരക്ഷാ വീഴ്ച ഉണ്ടാവാത്ത പക്ഷം ഇത്തരം ആക്രമണങ്ങൾ നടക്കില്ല എന്നാണ് റോയുടെ മുൻ തലവൻ വിക്രം സൂദിന്റെ പ്രതികരണം. പുൽവാമയിൽ എന്താണ് തെറ്റായി സംഭവിച്ചത് എന്നറിയുന്നില്ല, എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് സുരക്ഷാ വീഴ്ച കൊണ്ടാണെന്ന് കരുതാനാവുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് PDP ഓഫീസ് സീൽ ചെയ്തു. മിർവായിസ്, ഉമർ ഫാറൂഖ് അടക്കം 5 വിഘടനവാദികൾക്കുള്ള സുരക്ഷയും പിൻവലിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ സുരക്ഷാ സേനയെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഗുവാഹത്തിയിലെ ഐക്കൺ അക്കാദമി ജൂനിയർ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പാംപ്രി ബാനർജിക്ക് സസ്പെൻഷൻ. കാശ്മീരിൽ സൈന്യം കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നതെന്നും ഇതാണ് ആക്രമണങ്ങൾക്ക് കാരണമാകുന്നത് എന്നുമായിരുന്നു പോസ്റ്റ്. രാജ്യത്തും കേരളത്തിലും ഇടതുപക്ഷം 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. 1ാം UPA സർക്കാരിന്റെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പാക്കിയത് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദഫലമായാണ് എന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തി. സാർവത്രികവും സൗജന്യവുമായ പൊതുവിദ്യാഭ്യാസം നൽകുക, വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കുൽഭൂഷൺ ജാദവ് കേസിൽ രാജ്യാന്തര നീതിന്യായ കോടതിയിലെ വാദം നാളെയും തുടരും. ഇന്ത്യക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ ഹാജരായി. ഇന്ത്യക്ക് വാദിക്കാൻ 3 മണിക്കൂർ സമയമാണ് അനുവദിച്ചത്. കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ സോളാർ തട്ടിപ്പ് കേസിൽ സരിത എസ് നായരെയും ബിജു രാധാകൃഷ്ണനെയും കോടതി വെറുതെ വിട്ടു. വ്യവസായി TC മാത്യുവിൽ നിന്ന് 1,05,00,000 രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത്. ബംഗളൂരുവിലെത്തിയ വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുറവ് രേഖപ്പെടുത്തി. സാമ്പത്തിക സർവേയിലാണ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി രേഖപ്പെടുത്തിയത്. ബാംഗ്ലൂരിൽ 7.35 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയ വ്യവസായിക്ക് 6 മാസം ജയിൽ ശിക്ഷ. ആദായ നികുതി വെട്ടിപ്പ് നടത്തിയ തുമക്കുരു സ്വദേശിയാണ് അറസ്റ്റിലായത്. ലഫ്റ്റനന്റ് ഗവർണറും സർക്കാരും തമ്മിൽ അധികാര തർക്കം നിലനിൽക്കുന്ന പുതുച്ചേരിയിൽ സമവായ നീക്കവുമായി ഗവർണർ. പുതുച്ചേരിയിൽ തിരിച്ചെത്തിയ ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദി മുഖ്യമന്ത്രി V. നാരായണസ്വാമിയെ ചർച്ചയ്ക്ക് വിളിച്ചു. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരെയും ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യവും ഗവർണർ അംഗീകരിച്ചതായാണ് സൂചന. ടിക്കറ്റ് നിരക്കുകളിൽ എയർ ഏഷ്യ ഇളവ് ഏർപ്പെടുത്തി. ഫെബ്രുവരി മുതൽ ജൂലൈ വരെ എല്ലാ ഫ്ലൈറ്റുകൾക്കും 20% ഡിസ്കൗണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്റെ മൃതദേഹത്തിനരികെ നിൽക്കുന്ന തന്റെ ചിത്രം ഉപയോഗിച്ച് ചിലർ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹം ഇതു സംബന്ധിച്ച് പരാതി നൽകി. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഭരണാധികാരികൾ നല്ല രീതിയിൽ പെരുമാറിയാൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് മക്കൾ നീതി മയ്യം നേതാവ് കമൽ ഹാസൻ. അവർ കാണിക്കുന്ന തെറ്റുകൾ അതേപടി നമ്മൾ പിന്തുടരാൻ പാടില്ല എന്നും കമൽ ഹാസൻ പറഞ്ഞു. തമിഴ്നാട് ചെന്നിമല കാങ്കയം റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ മലയാളി വിദ്യാർത്ഥി മരിച്ചു. ചേർത്തല ഭഗവതി പറമ്പിൽ ഷാജിയുടെ മകൻ ആനന്ദാണ് മരിച്ചത്. ഈ റോഡിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ് ആനന്ദ്. ജയ്പൂരിലെ ഹിൻഗോണിയ ഗോശാലയിൽ 8 ദിവസത്തിനിടെ ചത്തത് 500-ലേറെ പശുക്കൾ. കഴിഞ്ഞ വർഷവും ഗോശാലയിൽ 100 കണക്കിന് പശുക്കൾ ചത്തത് ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു. ബംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ പാത 2023 പൂർത്തിയാക്കുമെന്ന് BMRC. ബോർഡംഗ് ജംഗ്ഷനിൽ നിന്ന് KR പുരം നാഗവാര വഴിയാണ് 55 കിലോമീറ്റർ പാത കടന്നുപോവുക. രാജസ്ഥാനിൽ പന്നിപ്പനി വ്യാപിക്കുന്നു. ജനുവരി മുതൽ ഫെബ്രുവരി വരെ 3508 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇതുവരെ 127 പേർ മരിച്ചു.
നദികളിൽ മാലിന്യം തള്ളുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കർശനമായ പിഴ ചുമത്തുമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ തമിഴ്നാട് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകി. അടയാർ, കൂവം നദികളുടെ സംരക്ഷണത്തിൽ സർക്കാർ വീഴ്ച വരുത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ്. ഇന്ത്യക്കാർ നടപ്പ് വർഷം വിദേശത്ത് നിന്ന് വാങ്ങിയ സ്വർണത്തിന്റെ അളവിൽ 5% ഇടിവ് രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര സ്വർണ്ണവിലയിലുണ്ടായ കുറവാണ് ഇറക്കുമതിയെ ബാധിച്ചത്. പാകിസ്ഥാന് $2000 കോടി നിക്ഷേപ സഹായ വാഗ്ദാനവുമായി സൗദി അറേബ്യ. പാകിസ്ഥാൻ സന്ദർശിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് സഹായം വാഗ്ദാനം ചെയ്തത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സൈന്യത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ഗാർഡ് ഏറ്റെടുത്തു. റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ITMO സർവകലാശാല കെട്ടിടം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് 86 പേരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. ആരും മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്തിന് സമീപമുള്ള ചേരിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. 50ഓളം പേർക്ക് പരിക്കേറ്റു. ഷോർട്ട് സർക്യൂട്ട് കാരണമാകാം അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. സിംബാബ്വേയിലെ സ്വർണ്ണഖനിയിലുണ്ടായ അപകടത്തിൽപ്പെട്ട 8 പേരെ രക്ഷപ്പെടുത്തി. അണക്കെട്ടിൽ നിന്നുള്ള ടണൽ പൊട്ടി ഖനിയിലേക്ക് വെള്ളം ഇരച്ചു കയറിയാണ് അപകടമുണ്ടായത്. 60-ലധികം പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വ്യാജ പാസ്പോർട്ടുമായി മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച 6 റോഹിംഗ്യൻ അഭയാർത്ഥികളടക്കം 7 പേരെ കെംപഗൌഡ രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടികൂടി. അഷ്ക മുഹമ്മദ്, ഫാറൂഖ്, ഹാലിഖ്, റഹ്ന, മുസ്തഫ, രജത് എന്നിവരാണ് മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പിടിയിലായത്. സിറിയയിൽ പിടിയിലായ IS തീവ്രവാദികളെ രാജ്യങ്ങൾ തിരിച്ചു വിളിക്കണമെന്നും വിചാരണ ചെയ്യണമെന്നും ഡൊണാൾഡ് ട്രംപ്. UK-യോടും യൂറോപ്യൻ സഖ്യരാജ്യങ്ങളോടുമാണ് ട്രംപിന്റെ നിർദ്ദേശം. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി. ഇസ്രായേലിന്റെ ശ്രമം യുദ്ധത്തിനാണെന്നും അമേരിക്കൻ ഇടപെടൽ മേഖലയിലെ സ്ഥിതികൾ വഷളാക്കുമെന്നും മുഹമ്മദ് ജാവേദ് ഷെരീഫ്. നൈജീരിയൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പാണ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മാറ്റിവെച്ചത്. വെനസ്വേലയ്ക്ക് സഹായവുമായി അമേരിക്കൻ സൈനിക വിമാനങ്ങൾ കൊളംബിയൻ അതിർത്തിയിലെത്തി. വെനസ്വേലയുടെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായ വാൻ ഗ്വൈഡോയുടെ നിർദ്ദേശപ്രകാരമാണ് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുമായി അമേരിക്കൻ വിമാനങ്ങൾ എത്തിയത്. അൽബേനിയയിൽ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി AD റാമയുടെ ഓഫീസ് ആക്രമിച്ചു. റോഡ് നിർമ്മാണത്തിൽ AD റാമ അഴിമതി നടത്തിയെന്ന് ആരോപിക്കുന്ന പ്രതിഷേധക്കാർ റാമയുടെ രാജി ആവശ്യപ്പെട്ട് ഏറെ നാളായി പ്രക്ഷോഭം നടത്തിവരികയാണ്. UN-ലെ അമേരിക്കൻ സ്ഥാനപതിയാകാനുള്ള നാമനിർദ്ദേശത്തിൽ നിന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഹെദർ നൌട്ട പിന്മാറി. നിക്കി ഹാലി രാജിവെച്ച ഒഴിവിലേക്കാണ് ഹെദറിനെ പരിഗണിച്ചത്. ഡൊണാൾഡ് ട്രംപിന്റെ മെക്സിക്കൻ മതിലിനായി പണം അനുവദിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പാട്രിക് ഷനഹാൻ. ട്രംപ് അമേരിക്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഷനഹാന്റെ പ്രസ്താവന. ബലൂചിസ്ഥാൻ മേഖലയിലുണ്ടായ ചാവേർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഭീകര സംഘടനകളെ സഹായിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന് പോരാടുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ വ്യക്തമാക്കി. സൗദി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശനത്തിൽ മാറ്റമില്ല എന്ന് റിയാദ് ഇന്ത്യൻ എംബസി. 5 ഏഷ്യൻ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന കിരീടാവകാശി പാകിസ്ഥാനിലെ സന്ദർശനം ഒരു ദിവസമായി വെട്ടിക്കുറച്ചിരുന്നു. ഒരു പ്രശ്നത്തെയും നേരിടാൻ ശേഷിയില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VV പ്രകാശ്. റിയാദിലാണ് പ്രകാശിന്റെ പ്രതികരണം. പ്രളയം, ഓഖി തുടങ്ങിയ ദുരന്തങ്ങളിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ശബരിമല വിഷയം വഷളാക്കിയതും സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് VV പ്രകാശ് ആരോപിച്ചു. OICC കിഴക്കൻ പ്രവിശ്യ വനിതാവേദി വാർഷികാഘോഷം ദമാമിൽ വൈവിധ്യമാർന്ന മത്സരങ്ങളോടെയും കലാപരിപാടികളോടെയും ആഘോഷിച്ചു. വനിതാവേദി പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ബിനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം OICC ദമാം റീജിയണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. റാഷിദ് അലി പ്രീമിയർ ലീഗിന്റെ 4ാം എഡിഷന് ഷാർജയിൽ തുടക്കമായി. ജോലി തിരക്കുകൾക്കിടയിലും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്കായി 2016 റാഷിദ് പ്രീമിയർ ലീഗ് ആരംഭിച്ചത്. സൗദിയിൽ നിന്നും 50,000-ഓളം ഗാർഹിക തൊഴിലാളികൾ സ്വദേശത്തേക്ക് മടങ്ങിയതായി റിപ്പോർട്ട്. ഇതിൽ കൂടുതലും മടങ്ങിയത് പുരുഷന്മാരാണ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കും.
റിലീസായി 3 ദിവസത്തിനുള്ളിൽ 51.15 കോടി നേടി രൺവീർ സിംഗ് ചിത്രം ഖെല്ലി ബോയ്. ഫെബ്രുവരി 14 ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. ശിവകാർത്തികേയൻ നയൻതാര താരജോഡികളുടെ പുതിയ തമിഴ് ചിത്രം മിസ്റ്റർ ലോക്കലിന്റെ ട്രെയിലർ പുറത്ത്. യോഗി ബാബു, രാധിക, ശരത് കുമാർ എന്നിവരും ചിത്രത്തിൽ ഉണ്ട്. വെട്രിമാരനൊരുക്കുന്ന പുതിയ ചിത്രം അസുരനിൽ വില്ലനായി പശുപതി എത്തുന്നു. ധനുഷ്, മഞ്ജു വാര്യർ, ബാലാജി, ശക്തിവേൽ എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. നയൻതാരയുടെ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രം അഞ്ജലി CBI ഈ മാസം 22 തിയേറ്ററുകളിലെത്തും. സംവിധായകൻ അനുരാഗ് കശ്യപ്, അഥർവ് റാഷി ഖന്ന എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. റാണി മുഖർജിയുടെ ബോളിവുഡ് ഹിറ്റ് ചിത്രം മർദാനിയുടെ 2ാം ഭാഗം എത്തുന്നു. പോലീസ് ഓഫീസറുടെ വേഷത്തിൽ തന്നെയാണ് റാണി മുഖർജി മർദാനി 2വിലും എത്തുന്നത്. ബജാജ് ഓട്ടോ ലിമിറ്റഡിന്റെ ആദ്യ ഹൈ കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ ഡോമിനർ 400ന്റെ പുതിയ മോഡൽ വരുന്നു. ബൈക്കിന്റെ എഞ്ചിൻ കരുത്തിലും രൂപത്തിലെ ചെറിയ ചില മാറ്റങ്ങളും പുതിയ ഡോമിനറിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സൈനികർക്ക് ആദരമർപ്പിച്ച് പുതിയ TVS സ്റ്റാർ സിറ്റി പ്ലസ് കാർഗിൽ എഡിഷൻ വിപണിയിലെത്തി. വൈറ്റ്, ഗ്രീൻ, കാമോ നിറശൈലിയിലാണ് സ്റ്റാർ സിറ്റി പ്ലസ് കാർഗിൽ എഡിഷൻ എത്തുന്നത്. സീറ്റിന് തൊട്ടു താഴെയുള്ള പാനലിൽ പ്രത്യേക കാർഗിൽ ബാഡ്ജ് പതിപ്പിച്ചിട്ടുണ്ട്. 2 Pro മോഡലിന്റെ വില കുറച്ച് റിയൽമി. 12,990 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ട് വഴി ഫോൺ സ്വന്തമാക്കാമെന്ന് റിയൽമി ട്വിറ്ററിലൂടെ അറിയിച്ചു. ആകാശവാണി ഉൾപ്പെടെ 350 റേഡിയോ സ്റ്റേഷനുകളെ അലക്സ വോയിസ് അസിസ്റ്റന്റിലെത്തിച്ച ആമസോൺ. ഏറ്റവും പ്രചാരമുള്ള വിർച്വൽ അസിസ്റ്റായി വിവിധ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള അലക്സയ്ക്ക് ഇന്ത്യയിൽ വലിയ മേൽക്കൈ നൽകുന്നതാണ് പുതിയ നീക്കം. ചൊവ്വയുടെ മാസ്മരികത കാട്ടുന്ന ചിത്രങ്ങൾ ഇനി ഓപ്പർച്യൂണിറ്റി അയക്കില്ല. ചുവന്ന ഗ്രഹത്തിൽ 15 വർഷം പിന്നിട്ട ദൗത്യം ചൊവ്വയിലെ എൻഡവർ ക്രേറ്ററിൽ നിശ്ചലമായതായി നാസ അറിയിച്ചു. അടുത്ത മാസം മുതൽ 5G സേവനങ്ങൾക്ക് തുടക്കമിടാൻ ഒരുങ്ങി UAE. 5G നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ വിപണിയിലെത്തിക്കുന്നതോടെ മാർച്ച് അവസാനം മുതൽ 5G സേവനം നൽകി തുടങ്ങുമെന്ന് എത്തിസലാത്ത്. പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട്. സംഭവത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. വ്യാജവാർത്തകൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് വാട്സ്ആപ്പ്. ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാനും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുമായി വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെ തുടർന്നാണ് നടപടി. ഇരുചക്രവാഹന കയറ്റുമതിയിൽ വൻ നേട്ടവുമായി ഇന്ത്യൻ കമ്പനികൾ. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ വർഷം ജനുവരി വരെയുള്ള 10 മാസ കാലയളവിൽ ഇരുചക്രവാഹന കയറ്റുമതി 19.49% വർദ്ധിച്ചതായി സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയ്ക്കെതിരെ CK വിനീത്. മഞ്ഞപ്പട തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ച് വിനീത് പോലീസിൽ പരാതി നൽകി. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് FC ഗോവയെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയെ 3 ഗോളിന് തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക. ISLൽ ബംഗളൂരു FCക്ക് ഞെട്ടിപ്പിക്കുന്ന തോൽവി. ഡൽഹി ഡൈനാമോസിനോട് 2-3 ഗോളിനാണ് ബംഗളൂരു പരാജയപ്പെട്ടത്. സ്പാനിഷ് ലീഗിൽ റയൽ മാദ്രിദിന് തോൽവി. ജിറോണയോട് 1-2 ഗോളിനാണ് പരാജയപ്പെട്ടത്. തോൽവിയോടെ ലീഗിൽ 3ാം സ്ഥാനത്തായി റയൽ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ബൌളർമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തി ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ്. 2006-ൽ ഗ്ലെൻ മഗ്രാത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഓസീസ് ബൌളർ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്നത്. ബാറ്റ്സ്മാൻമാരുടെ പട്ടികയിൽ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി 1ാം സ്ഥാനം നിലനിർത്തി. FA കപ്പ് 5ാം റൗണ്ടിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും നേർക്കുനേർ. രാത്രി 1 മണിക്ക് ചെൽസി മൈതാനത്താണ് മത്സരം. ഏകദിന ലോകകപ്പിന് ശേഷം വിരമിക്കുമെന്ന് വെസ്റ്റ് ഇൻഡീസ് താരം ക്രിസ് ഗെയിൽ. ലോകകപ്പിനുള്ള ടീമിൽ ഇടം പിടിച്ചാൽ അത് അവസാന ടൂർണമെന്റ് ആയിരിക്കുമെന്ന് ഗെയിൽ പ്രഖ്യാപിച്ചു. എന്നാൽ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കുമോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പ്രമുഖ അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് ബ്രിട്ടനിലെ കാർ നിർമ്മാണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി തെരേസ മേയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് കമ്പനി ബ്രിട്ടനിൽ ഉൽപ്പാദനം അവസാനിപ്പിക്കുന്ന വിവരം അറിയിച്ചത് എന്നാണ് റിപ്പോർട്ട്. പ്രശസ്തമായ ചോറ്റാനിക്കര മകം തൊഴിൽ നാളെ. ഭക്തജനങ്ങളെ വരവേൽക്കാൻ ക്ഷേത്രനഗരിയായ ചോറ്റാനിക്കര ഒരുങ്ങി. വീടുകളിൽ പഠന സൗകര്യമില്ലാത്ത പട്ടികജാതി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി പഠനമുറിയൊരുക്കാൻ 2 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മന്ത്രി AK ബാലൻ. കണ്ണൂർ താനയിലുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസ്കരിക്കുകയായിരുന്നു മന്ത്രി.
ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരുടെ സ്വഭാവം വളർച്ചയെ സഹായിക്കുന്ന നയപരിപാടികളാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് എന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. തൃശൂരിൽ 3ാം സംസ്ഥാനതല ബേഡ്സ് കലോത്സവ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ പുന്നപ്രയിൽ മകളെ ശല്യം ചെയ്തുവെന്നാരോപിച്ച് പിതാവ് യുവാവിനെ കുത്തിക്കൊന്നു. സച്ചിൻ എന്ന കുര്യനാണ് അയൽവാസി സോളമന്റെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത്. കാസർഗോഡ് 5ാം ക്ലാസ്സുകാരിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച വൃദ്ധൻ റിമാൻഡിൽ. കാറെടുക്ക 13ാം മൈലിലെ ഷെയ്ഖ് അബ്ദുൽ കരീമാണ് അറസ്റ്റിലായത്. ഇടുക്കി ഡാം 3 ചങ്ങല പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. KSEB NOC നൽകുന്ന മുറയ്ക്കായിരിക്കും പട്ടയ വിതരണം. സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ഭരണത്തിന്റെ 1000 ദിനങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 20 മുതൽ 27 വരെ തൃശൂർ ജില്ലയിലും 1000 ദിനാഘോഷം സംഘടിപ്പിക്കും. ചടങ്ങിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ നടക്കുകയാണ്. ഇടുക്കി ശാന്തൻപാറയ്ക്ക് സമീപം കള്ളിപ്പാറയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 75 കിലോഗ്രാം മ്ലാവിറച്ചി വനം വകുപ്പ് പിടികൂടി. കാർ ഡ്രൈവറടക്കം 3 പേരെ അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്തെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി പ്രവർത്തിക്കുന്ന കുറുക്കൻപാറ ഗ്രീൻ പാർക്കിൽ ചകിരി യൂണിറ്റിന്റെ നിർമ്മാണം തുടങ്ങി. ബാക്ടീരിയ ഇനോക്ക് മൂലം ചേർത്ത ചകിരിച്ചോറാണ് ഇവിടെ മാലിന്യ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. തൊടുപുഴ നഗരസഭാ ഭരണം വീണ്ടും UDFന്. കേരള കോൺഗ്രസിലെ ജെസ്സി ആന്റണിയാണ് പുതിയ ചെയർപേഴ്സൺ. 8 മാസത്തിന് ശേഷമാണ് നഗരസഭാ ഭരണം UDF തിരിച്ചുപിടിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനങ്ങൾ നവകേരളത്തിന് അടിത്തറയാണെന്ന് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. വികസന കാര്യത്തിലും സാമൂഹിക ക്ഷേമ കാര്യത്തിലും ഒരേ രീതിയിൽ നേട്ടങ്ങൾ സാധ്യമായി എന്നും VS സുനിൽകുമാർ തൃശൂരിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ സ്കൗട്ട് ഭവൻ കോഴിക്കോട് കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. 6 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ഭവനം യാഥാർത്ഥ്യമാക്കിയത്. തൃശൂർ ജില്ലയിലെ മണ്ണുത്തി വെറ്റിനറി യൂണിവേഴ്സിറ്റി പരിപാടിയും തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ പഞ്ചായത്ത് ദിനാഘോഷവും മാറ്റിവെച്ചു. ഹർത്താലിനെ തുടർന്നാണ് പരിപാടികൾ മാറ്റിവെച്ചത്. തൃശൂർ കരുവന്നൂർ തേലപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന TNT ചിറ്റ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതികൾ. 1000കണക്കിന് പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ലഭിക്കുന്നത്. പാലക്കാട് കോങ്ങാട് നിയന്ത്രണം വിട്ട പെട്രോൾ പമ്പിലേക്ക് പാഞ്ഞുകയറി തീപിടുത്തം. അഗ്നിരക്ഷാ സേനയുടെ ശ്രമത്തെ തുടർന്ന് വൻ ദുരന്തം ഒഴിവായി. സമ്മോഹനം മാനവിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കസ്തൂർബ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിക്കും. 22 രാവിലെ 11 മണിക്ക് തൈക്കാട് ഗാന്ധി ഭവൻ ഓഡിറ്റോറിയത്തിൽ മുൻ MLA പിരപ്പൻകോട് മുരളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കോവളത്ത് സീറോക്ക് ബീച്ചിന് സമീപം തിരയിൽപ്പെട്ട വിദേശിയെ ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി. സ്വീഡിഷ് സ്വദേശി വെബോ ബേഴ്സണാണ് തിരയിൽപ്പെട്ടത്. തിരുവല്ലത്തെ കോളേജുകളും കോളനികളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ 2 പേരെ 2 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി. ലിനേഷ്, പുത്തൻ വീട്ടിൽ മനു എന്നിവരെയാണ് തിരുവല്ലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ തിരുവനന്തപുരം സിറ്റി ഷാഡോ പോലീസ് പിടികൂടി. മാനന്തവാടി സ്വദേശി ഷിറാൽ രാജാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായത്. കർഷകർക്ക് വിപണനത്തിൽ പിന്തുണ നൽകുന്ന കർഷക മിത്രങ്ങളുടെ സേവനം സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. വെള്ളായണി കാർഷിക കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവാദത്തിനിടെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി കലാപരിപാടികൾ അരങ്ങേറുകയാണ്. ഈ മാസം 26-ന് ഉത്സവം കൊടിയിറങ്ങും. ഹഡർ ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി 24 റൗണ്ടപ്പിൽ TM ഹർഷൻ ചേരും. നമസ്കാരം.